ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു GKC ട്യൂട്ടോറിയൽസ്. നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ GKC ട്യൂട്ടോറിയൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജോയിൻ മെമ്പർ ആക്കാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ലഭ്യമാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ജോയിൻ ചെയ്യുക. ലഭ്യമായ ക്ലാസ്സുകൾ ഏതെന്നറിയാൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക. ഓക്കെ, ഇനി വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മലബാർ ദേവസ്വം ബോർഡിന് വേണ്ടി നടത്തുന്ന എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് 4 ഈ എക്സാമിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മെയിൻ ടോപ്പിക്സ്: GK, കറന്റ് അഫയേഴ്സ്, സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി, ടെസ്റ്റ് ഓഫ് റീസണിംഗ്, ജനറൽ ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ്, ടെമ്പിൾ അഫയേഴ്സ്, ഹിന്ദു കൾച്ചർ, കസ്റ്റം ആൻഡ് ട്രഡീഷൻസ്, വേരിയസ് ദേവസ്വം ബോർഡ്സ് ഇവയൊക്കെയാണ്. ഇനി ഈ എക്സാമിന്റെ ഡീറ്റെയിൽഡ് സിലബസ് നോക്കാം. GK ആൻഡ് കറന്റ് അഫയേഴ്സ് ഈ വിഭാഗത്തിൽ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്സ്: ഹിസ്റ്ററി വിഭാഗത്തിൽ കേരള, അറൈവൽസ് ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റീഫോം മൂവ്മെന്റ്, നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള. ഇനി ഇന്ത്യ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, establishment of the British, first war of independence, formation of INC, Swadeshi movements, social reform movements, newspapers, literature and arts, independence movements, post-independent period, state reorganization, development in science, education and technology, foreign policy. വേൾഡിലെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UNO ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ്. ജിയോഗ്രഫിയിൽ പഠിക്കേണ്ടുന്നത് ബേസിക്സ് ഓഫ് ജിയോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ, ബെൽറ്റ് ആൻഡ് വിൻഡ്സ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്, ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻസ്, maps, oceans and its various movements, continents, nations and their specific features. ഇന്ത്യൻ ജിയോഗ്രഫിയിൽ പഠിക്കേണ്ടുന്നത് ഫിസിയോഗ്രഫി, സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, നോർത്തേൺ മൗണ്ടൻ റീജിയൻ, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുലാർ പ്ലേറ്റോ, കോസ്റ്റൽ പ്ലെയിൻ, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ ആൻഡ് റെയിൽവേസ്, എയർ. കേരള ജിയോഗ്രഫിയിൽ പഠിക്കേണ്ടുന്നത് ഫിസിയോഗ്രഫി, ഡിസ്ട്രിക്ട്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, റിവേഴ്സ്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻസ്, വൈൽഡ് ലൈഫ്, അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെന്റേഴ്സ്, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ. ഇക്കണോമിക്സ് എന്ന ടോപ്പിക്സിൽ പഠിക്കേണ്ടുന്നത് ഇന്ത്യൻ ഇക്കോണമി, 5-year പ്ലാൻസ്, ന്യൂ ഇക്കണോമിക് റിഫോംസ്, Planning Commission and Niti Aayog, Financial Institutions, Direct and Indirect Taxes in India, GST. Next, Indian Constitution എന്ന ടോപ്പിക്കിൽ പഠിക്കേണ്ടുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, പ്രിയാമ്പിൾ, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, റിറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ്സ്, യൂണിയൻ എക്സിക്യൂട്ടീവ്, പാർലമെന്റ് ആൻഡ് ജുഡീഷ്യറി, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, legislature and judiciary, local self-government institutions, important constitutional amendments, constitutional authorities and their functions, election commission, public service commission, finance commission, GST council, distribution of legislative powers, union list, state list, concurrent list, service under the union and the states, tribunals, official ലാംഗ്വേജ്. നെക്സ്റ്റ്, കേരള ഗവേർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന ടോപ്പിക്കിൽ പഠിക്കേണ്ടുന്നത് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ്, കാസി ജുഡീഷ്യൽ ബോഡീസ്, വേരിയസ് കമ്മീഷൻസ്, ബേസിക് ഫാക്ട്സ് ഓഫ് സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ്സ്, പ്ലാനിംഗ് ബോർഡ്, കൊമേഴ്ഷ്യൽ പ്ലാനിംഗ് ആൻഡ് പോളിസീസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എംപ്ലോയ്മെന്റ് ആൻഡ് ലേബർ, ലാൻഡ് റിഫോംസ്, സോഷ്യൽ വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റി, protection of women, children and senior citizens, population, literacy, e-governance, legislative and judicial controls, principles of natural justice. Next, life science and public health. ഈ ടോപ്പിക്കിൽ പഠിക്കേണ്ടുന്ന വിഷയങ്ങൾ ബേസിക്
facts of human body, vitamins and minerals and their deficiency, diseases, communicable disease and causative organisms, preventive and remedial measures, Kerala welfare activities in health sector, lifestyle diseases, basic health facts, environment and environmental hazards. ഫിസിക്സിൽ പഠിക്കേണ്ടുന്നത് ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ്, മാറ്റർ, യൂണിറ്റ്സ്, മെഷർമെന്റ്സ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, മോഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻസ്, തേർഡ് ലോ, മൊമെന്റം, പ്രൊജക്ടൈൽ മോഷൻ, യൂസസ് ഓഫ് തേർഡ് ലോ, അച്ചീവ്മെന്റ്സ് ഇൻ സ്പേസ് മിഷൻസ് ഇൻ ഇന്ത്യ, ISRO, light, lens, mirrors, different phenomena of light, electromagnetic spectrum, photoelectric effect. Sound, different type of waves, velocity of sound in different media, resonance and reverberation. Force പഠിക്കേണ്ടുന്നത് different type of forces, friction, liquid pressure, buoyant force, Archimedes principle, Pascal law, density, relative density, adhesive, cohesive forces, capillarity, viscous force, surface tension. Gravitation ഇതിൽ പഠിക്കേണ്ടുന്നത് centripetal force, centrifugal force, escape velocity, weight, mass. ഹീറ്റിൽ പഠിക്കേണ്ടുന്നത് temperature, different type of thermometers, humidity, relative humidity. Work ഇതിൽ പഠിക്കേണ്ടുന്നത് energy, power, simple problems relating to work, energy, power, levers. ഇനി കെമിസ്ട്രി ടോപ്പിക്കിൽ പഠിക്കേണ്ടുന്നത് ആറ്റം, മോളിക്യൂൾസ്, സ്റ്റേറ്റ് ഓഫ് മാറ്റർ, അലോട്രോപ്പി, ഗ്യാസ് ലോസ്, എലമെന്റ്സ്, പീരിയോഡിക് ടേബിൾ, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, കെമിക്കൽ, ഫിസിക്കൽ ചേഞ്ചസ്, കെമിക്കൽ റിയാക്ഷൻസ്, സൊല്യൂഷൻസ്, മിക്സ്ചേഴ്സ്, കോമ്പൗണ്ട്സ്, മെറ്റൽസ്, നോൺ മെറ്റൽസ്, അലോയി, ആസിഡ്സ്, ബേസസ്, pH വാല്യൂ, ആൽക്കലോയിഡ്സ്. ഇനി നെക്സ്റ്റ് ആർട്സ് ആണ്. ആർട്സ് വിഭാഗത്തിൽ പഠിക്കേണ്ടുന്നത് ആർട്സ് ഫോംസ് ഓഫ് കേരള, ഫേമസ് പ്ലേസസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പേഴ്സണാലിറ്റീസ്, ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ്. സ്പോർട്സിൽ പഠിക്കേണ്ടുന്ന ടോപ്പിക്സ് ഫേമസ് സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ഓഫ് ഇന്ത്യ, കേരള ആൻഡ് ദ വേൾഡ്, their സ്പോർട്സ് ഈവൻറ്റ്സ്, അച്ചീവ്മെന്റ്സ് ആൻഡ് അവാർഡ്സ്. ഇമ്പോർട്ടൻറ്റ് അവാർഡ്സ്, കറസ്പോണ്ടിങ് ഫീൽഡ്സ്, winners, famous trophies, related events and sports items. Important terms associated with various sports and games, Olympics, basic facts, venues and countries, famous performances and personalities. India in Olympics, Winter Olympics and Para Olympics, Asian Games, Afro-Asian Games, Commonwealth Games, SAF Games, venues, countries, performance of India, other facts, national games, games, events, players and achievements. Next, literature പഠിക്കുന്നത് important literary movements, icons and their works, writers, pen name and nickname, famous works and characters, famous quotes, books and authors, beginning of journalism in Kerala, pioneers, journals and publications, famous awards, honors, writers and their works, Malayalam cinema, origin, development, milestones, pioneers, national awards. Next, culture. ഇതിൽ പഠിക്കേണ്ടുന്നത് കേരള, important celebrations, festivals and places associated with them, Kerala culture centers, worship places, cultural leaders and their contributions. പഠിക്കേണ്ടുന്ന കുറച്ചധികം ആക്ട്സുകളാണ്. അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ കമ്മീഷൻസ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955, SC&ST, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989, പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് 1993, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ and State Human Rights Commission, Maintenance and Welfare of Parents and Senior Citizens Act 2007, the Right of Persons with Disabilities Act 2016, National Commission for Women Act 1990, Kerala Women's Commission Act 1991, National and State Commission for Women, Protection of Women from Domestic Violence Act 2005,
Protection of Children from Sexual Offences Act 2012, that means POCSO, Juvenile Justice, Care and Protection of Children Act 2015, the Prevention of Corruption Act 1988, the Central Vigilance Commission Act 2003. ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പഠിച്ചിരിക്കണം. ഇത് കൂടാതെ കറണ്ട് അഫയേഴ്സ്, ആനുകാലിക സംഭവങ്ങൾ, ഗണിതം, മാത്സ് വിഭാഗത്തിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്, പെർസെൻറ്റേജസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻസ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ഔട്ട്റീച്ച്, ലോ ഓഫ് എക്സ്പോണൻസ്, മെൻസുറേഷൻ, പ്രോഗ്രഷൻസ്. മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിൽ പഠിക്കേണ്ടുന്നത് സീരീസ്, പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ്, വെരിഫൈങ് പൊസിഷൻസ്, analogy, word analogy, alphabet analogy, number analogy, odd man out, physical ability, coding and decoding, family relations, sense of direction, time and angles, time in a clock and its reflection, date and calendar, clerical ability. ഇനി ജനറൽ ഇംഗ്ലീഷ് ഈ ഭാഗത്തിൽ പഠിക്കേണ്ടുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ, ടൈപ്സ് ഓഫ് സെന്റൻസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസ്, different part of speech, agreement of subject and verb, articles, the definite and indefinite articles, uses of primary and modal auxiliary verbs, question tags, infinitive and gerunds, tenses in conditional sentences, prepositions, the use of correlative, direct and indirect speech, active and passive voices, correction of sentence, vocabulary, singular and plural, change of gender, collective nouns, word formation from other words and use of prefix or suffix, compound words, synonyms, antonyms, phrasal verbs, foreign words and phrases, on-word substitutes, words often confused, spelling text, idioms and the meanings. ഇനി റീജിയണൽ ലാംഗ്വേജ് ആണ്, അതായത് പ്രാദേശിക ഭാഷ. ഇപ്പോൾ മലയാളത്തിൽ ചോദിക്കുന്ന ടോപ്പിക്സ് പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം, വാക്യം ചേർത്തെഴുതുക. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക്ക് ടെമ്പിൾ അഫയേഴ്സ്, ഹിന്ദു കൾച്ചർ, കസ്റ്റം ആൻഡ് ട്രഡീഷൻസ്, വേരിയസ് ദേവസ്വം ബോർഡ്സ് ആണ്. ഇതിൽ പഠിച്ചിരിക്കേണ്ടുന്നത് ടെമ്പിൾ അഫയേഴ്സ്, ഫേമസ് temples in Kerala, deities, peculiarities, location, temple festivals, social, ceremonial and devotional functions in temples, its importance and social relevance, temple arts, famous temple artist, temple architecture in Kerala, its peculiarities and ethnic importance, great spiritual leaders, saints, thinkers and philosophers in Hinduism, their contributions, holy books of Hinduism, Vedas, Puranas and Upanishads, basic knowledge, concept of Devaswoms, history of temples in Kerala, events that lead to the formation of Devaswoms, temple entry proclamation, Travancore Cochin Hindu Religious Institution Act 1950, present day administration of temples in Kerala and various Devaswom boards, Kerala Devaswom Recruitment Board, formation, powers and responsibilities, hierarchical setup. അപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ ഗ്രേഡ് 4 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ സിലബസ് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.